ഒരു നിമിഷം കണ്ണടച്ച് നോക്കൂ. നിങ്ങളുടെ ഹൃദയതാളം ഇടിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയതാളം കേൾക്കുന്നുണ്ടോ? ശ്വാസം ഒരു ഋതം പോലെ ഒഴുകുന്നു. പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർമാർക്ക് ഈ ശബ്ദം കേൾക്കുവാനൊരു ഉപകരണം പോലും ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർ രോഗികളുടെ നെഞ്ചിൽ നേരിട്ട് ചെവികൾ ചേർത്തായിരുന്നു ഈ ശബ്ദം കേട്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഒരു ചരിത്രം തുടങ്ങുന്നത്. ഒരു ഫ്രഞ്ച് ഡോക്ടർ തൻ്റെ ഒരു ചിന്തയിൽ നിന്നും ലോകത്തിന് സംഭാവന ചെയ്ത ഒരു അപൂർവ ആശയം, അതാണ് സ്റ്റെതസ്കോപ്പ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ നടക്കുന്നു. ഹൃദയം ഇടതടവില്ലാതെ താളം പിടിക്കുന്നു. ശ്വാസകോശം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. രക്തം ഓരോ നാളത്തിലൂടെയും ഒഴുകുന്നു. എന്നാൽ 200 വർഷങ്ങൾക്ക് മുൻപ് ഈ ശബ്ദങ്ങൾ മനുഷ്യർക്ക് നേരിട്ട് കേൾക്കുവാൻ സാധിച്ചിരുന്നില്ല. ഡോക്ടേഴ്സ് രോഗികളുടെ നെഞ്ചിൽ നേരിട്ട് കാതുകൾ വെച്ച് മാത്രമായിരുന്നു ഹൃദയത്തെയും ശ്വാസത്തെയും മനസ്സിലാക്കിയിരുന്നത്. അത് പലപ്പോഴും കൃത്യതയില്ലാത്ത അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ രോഗികളിൽ ഇത് വലിയ സാമൂഹിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിരുന്നു. അമിതവണ്ണമുള്ള രോഗികളിൽ ശബ്ദം കേൾക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിൽ 1816 ഫ്രാൻസിലെ പാരീസിൽ ഒരു യങ് ഡോക്ടർ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരാശയം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് റെനെ തെയോഫിൽ ഹയാസിൻ ലെനക്. അദ്ദേഹം പാരീസിലെ നെക്കർ എന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ഒരു യുവതിയെ പരിശോധിക്കേണ്ട സാഹചര്യം വന്നു അദ്ദേഹത്തിന്. എന്നാൽ സാമൂഹിക മാന്യമായ കാര്യങ്ങളാൽ രോഗിയുടെ നെഞ്ചിൽ കാത് വയ്ക്കുവാൻ അദ്ദേഹത്തിന് അസൗകര്യം തോന്നി. അതിനാൽ അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് അത് റോള് ചെയ്ത് ഒരു സിലിണ്ടറാക്കി. അതിൻ്റെ ഒരു വശം രോഗിയുടെ നെഞ്ചിൽ വെച്ചു, മറ്റേ അറ്റം തൻ്റെ കാതിൽ വെച്ചു. അദ്ദേഹം കേൾക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം വിചാരിച്ചതിലും അധികം വ്യക്തമായിരുന്നു രോഗിയുടെ ഹൃദയത്തിൻ്റെ ശബ്ദം. അത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ നിമിഷം തന്നെ മെഡിസിൻ്റെ ചരിത്രം തന്നെ മാറി തുടങ്ങി. അദ്ദേഹം പിന്നീട് കൂടുതൽ എക്സ്പെരിമെന്റ് നടത്തി. മരം കൊണ്ടുള്ള നീളം കൂടിയ കുഴൽ, അങ്ങനെ ഒരു ഉപകരണം നിർമ്മിച്ചു. അതിലൂടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തന ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചു. ഈ ഉപകരണത്തിന് അദ്ദേഹം മൊണോറൽ സ്റ്റെതസ്കോപ്പ് എന്ന് പേരിട്ടു. പിന്നീട് 1819 അദ്ദേഹം തന്റെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് ഒരു പുസ്തകം എഴുതി. ദേ ഐ ഓസ്കുലേഷൻ മീഡിയേറ്റ് എന്ന പുസ്തകം. ഈ പുസ്തകം മെഡിക്കൽ ലോകത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അതുവരെ അനുമാനങ്ങളിലൂടെ മാത്രം രോഗനിർണയം നടത്തിയിരുന്ന ഡോക്ടർമാർ ആദ്യമായി ശരീരത്തിന്റെ ഉള്ളിലെ ശബ്ദങ്ങൾ അടിസ്ഥാനമായി കൃത്യമായി കേൾക്കുവാൻ സാധിച്ചു. കാലം കടന്നു പോകുന്തോറും ഈ ഉപകരണം കൂടുതൽ ഡെവലപ്പായി. 1820 മുതൽ 1840 വരെ സ്റ്റെതസ്കോപ്പിന് രൂപമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഫണൽ ഷേപ്പിൽ രൂപങ്ങൾ ഉപയോഗിച്ചു ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുവാൻ ശ്രമങ്ങൾ നടന്നു. പിന്നീട് 1851 ആർത്തർ ലീഡ് എന്ന സയന്റിസ്റ്റ് 2 കാതുകൾ ഉപയോഗിച്ച് കേൾക്കുവാൻ കഴിയുന്ന ബൈനറൽ സ്റ്റെതസ്കോപ്പ് അവതരിപ്പിച്ചു. ഇത് വലിയൊരു മാറ്റമായിരുന്നു. കാരണം ഇനി ശബ്ദം കൂടുതൽ വ്യക്തതയോടെ 2 കാതുകളിൽ കൂടെ കേൾക്കുവാൻ സാധിക്കും. 1852 ജോർജ് കാമാൻ എന്നയാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഇത് രൂപകൽപ്പന ചെയ്തു. വാണിജ്യമായി ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് അദ്ദേഹം നിർമ്മിച്ചു. ഇതിനു ശേഷം മെഡിക്കൽ ലോകം കൂടുതൽ പുരോഗതി നേടി. ഡയഫ്രം എന്ന പുതിയ ഘടകം ഇത് ഉയർന്ന ശബ്ദങ്ങളും ചെറിയ ശബ്ദങ്ങളും കേൾക്കുവാൻ സാധിച്ചു. റബ്ബർ ട്യൂബുകൾ ഉപയോഗിച്ച് ശബ്ദ നിലവാരം മെച്ചപ്പെടുത്തി. ഇതോടെ സ്റ്റെതസ്കോപ്പ് ലോകമെമ്പാടുമുള്ള എല്ലാ ഡോക്ടർമാരുടെയും കയ്യിൽ എത്തിച്ചേർന്നു. 1960കളിൽ ഡേവിഡ് ലിറ്റ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ ഇന്ന് കാണുന്ന സ്റ്റെതസ്കോപ്പിന്റെ ആധുനിക രൂപം വികസിപ്പിച്ചെടുത്തു. അദ്ദേഹം ശബ്ദ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തി. അനാവശ്യ ശബ്ദങ്ങൾ ഫിൽറ്റർ ചെയ്യുവാനുള്ള സംവിധാനം കൊണ്ടുവന്നു.
കൂടാതെ ലളിതവും ഭാരം കുറഞ്ഞതുമായ ഡിസൈൻ അവതരിപ്പിച്ചു. ഇതോടെ മെഡിക്കൽ രംഗത്ത് സ്റ്റെതസ്കോപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഉപകരണമായി മാറി. ഇന്നത്തെ കാലത്ത് സ്റ്റെതസ്കോപ്പ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെതസ്കോപ്പുകൾ ശബ്ദം റെക്കോർഡ് ചെയ്യാനും മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കും അയക്കുവാനും കഴിയുന്ന തരത്തിൽ. ചില മോഡലുകൾ വയർലെസ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഹൃദയരോഗങ്ങളും ശ്വാസകോശ പ്രശ്നങ്ങളും കണ്ടെത്തുവാൻ സഹായിച്ചു. ഒരിക്കൽ ഒരു പേപ്പർ റോൾ ആയിരുന്ന ഉപകരണം AI ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണമായി വളർന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ സത്യം വളരെ ലളിതമാണ്. മനുഷ്യൻ്റെ മാന്യതയും കൃത്യമായ രോഗനിർണയത്തിൻ്റെ ആവശ്യകതയും. ഒരു ചെറിയ അസൗകര്യം പരിഹരിക്കുവാൻ ശ്രമിച്ച ഒരു ഡോക്ടർ ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ഹോസ്പിറ്റലുകളും ഓരോ ഡോക്ടേഴ്സുകളും അവരുടെ കഴുത്തുകളിൽ കിടക്കുന്ന ആ ചെറിയ ഉപകരണം വെറുമൊരു ഉപകരണം മാത്രമല്ല. ഇത് മനുഷ്യ ശരീരത്തിലെ ശബ്ദം ആദ്യമായി മനുഷ്യനെ കേൾപ്പിക്കുവാൻ തുടങ്ങിയ ചരിത്രത്തിൻ്റെ പ്രതീകമാണ്. ഹൃദയം ഇന്നും താളം പിടിക്കുന്നു, ശ്വാസം ഇന്നും ഒഴുകുന്നു. പക്ഷേ അവയെ കേൾക്കാൻ ലോകത്തിന് വഴി കാണിച്ചത് ഒരു പേപ്പർ റോൾ ആയിരുന്നു. ഇത്തരത്തിൽ അധികം അറിയാത്ത കഥകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.